അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുള്ളത്. ആ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ അടുത്തുള്ള അടുപ്പവും സ്വാധീനവും ഉപയോഗിച്ച് കേരളത്തിന് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയതാണ് ഇന്നും നമ്മൾ കാണുന്നത്. അതിന് മേലെ ഒരു സംഭാവന പിന്നെ ആര് നടത്തിയെന്ന് ചോദിച്ചാൽ, വാജ്പേയി സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ ശ്രീ ഒ രാജഗോപാൽ കൊണ്ടുവന്ന നന്മകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ 6 മന്ത്രിമാർ അവിടെ പോയി താങ്ങിയിരുന്നല്ലോ കഴിഞ്ഞ ഒരു 5 വർഷം. കേന്ദ്രമന്ത്രിമാർ എന്ത് പിണ്ണാക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. കെ.സി. വേണുഗോപാൽ എന്റെ സുഹൃത്താണ്, വിമർശിച്ച് പറയുന്നതല്ല. 10-35 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ആലപ്പുഴയിലെ ബൈപ്പാസ്. 2013 ഒക്ടോബറിൽ എന്റെ ജന്മനാട് ആലപ്പുഴയാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, സുരേഷ്, ബൈപ്പാസിനുള്ള 210 കോടി സാധ്യമായി, അത് വരുന്നു, അതിനൊരു ആഘോഷ ചടങ്ങ് വെച്ചിട്ടുണ്ട്, വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഒന്ന് ആലപ്പുഴയിലെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അവിടെ പോയി ഞാൻ കെ.സി. വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തി. വലിയ കാര്യമാണ് അവിടെ ഇത്രയും കാലം നടക്കാത്തത്, വേണുവിനെ കൊണ്ട് സാധിക്കുന്നു എന്ന് വിചാരിച്ചു. ഇപ്പോഴും പദ്ധതി നടന്നിട്ടില്ല. വേണു ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്, അതിന് മാറ്റമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ശത്രുതയല്ല, മത്സരം മാത്രമാണുള്ളത്. കൊല്ലം ബൈപ്പാസിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. എപ്പോഴാണ് ഒരു MP-യെ പോലും നമ്മൾ ഇവിടെ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകാത്ത മോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കേരള വികസനം എന്ന് പറയുന്നത് വർണ്ണാഭമായി നമ്മൾ കാണാൻ തുടങ്ങിയത്? അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മിടുക്കല്ല, അത് ശ്രീ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കേരളത്തോടുള്ള സ്നേഹമാണ്. അതുതന്നെയാണ് എൻ്റെ ഒരു രാജ്യസഭാ അംഗത്വം വഴിയും വന്നിരിക്കുന്നത്. അത് തന്നെയാണ്. ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ ഒരു TV ഷോയിലൂടെ എന്നെ കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയാണ് രാജ്യസഭയിലേക്കുള്ള എൻ്റെ വോട്ടായി മാറിയത്. അത് കണ്ടിട്ട് മാത്രമാണ് അവരെന്നെ തെരഞ്ഞെടുത്തത്. എൻ്റെ മികവല്ല, ഇത് കേരള ജനതയുടെ പ്രാർത്ഥനയാണ്. ആ കേരള ജനതയിൽ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ BJP-യുടെ ശത്രുക്കളെന്ന് പറയപ്പെടുന്ന, അത് വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ടെക്നിക്കലായിട്ട് ഒരുപാട് പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അതുകൊണ്ട് ചെന്ന് മുട്ടിക്കുന്നു, ആ വ്യക്തി അടങ്ങുന്ന പാർട്ടി എങ്ങനെ ക്രൂശിക്കുന്നു, അതിനൊരു ദുഷ്ടലാക്കില്ലേ? ഇന്ന് അതേ വ്യക്തി കേന്ദ്രം വളരെ ഭംഗിയായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ 14 സംസ്ഥാനങ്ങളിലാണ് ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രിമാരെ വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് കലാപം? എവിടെ ആരോപിക്കുന്നത് പോലെ, ശ്രീ A.K. ആന്റണി ആരോപിച്ചതുപോലെ ഇവിടെ താമര വിരിഞ്ഞാൽ ഉടനെ കലാപമാണ് വരാൻ പോകുന്നത്. സത്യമാണ്, താമര വിരിഞ്ഞാൽ കലാപം വരും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ കലാപം ആസൂത്രണം ചെയ്യും എന്നുള്ളതാണ് ശ്രീ A.K. ആന്റണിയുടെ വിളംബരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്കത് അസഹിഷ്ണുത ഉണ്ടാക്കും. അവരാണ് ഇവിടെ കലാപം വിതറാൻ പോകുന്നത്. അത് സൂക്ഷിച്ചോളുക. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ 80%. മുസ്ലിം സമുദായത്തിലെ 20% മാത്രമാണ് ഈ സംവരണ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മതവിദ്വേഷം, പ്രീണനത്തിന്റെ പേരിൽ മതങ്ങൾക്കിടയിലുള്ള മതിൽക്കെട്ടെന്ന് പറയുന്നത് മുള്ളുകൾ നിറഞ്ഞതാവുന്നു. കമ്പി മുള്ളുകൾ കൊണ്ടാണ് ആ മതിൽക്കെട്ടുകൾ ഉയരുന്നത്. ഇത് ഒരു സാമൂഹിക ജീവിതത്തിന് ഒട്ടും നല്ലതല്ല. പ്രീണനം എന്ന് പറയുന്ന ഒരു പിശാചിനെ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞാൽ കേരളമാണ് മതേതരത്വം ഈ ലോകത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന നമ്പർ 1 രാജ്യം എന്ന് ഞാൻ പറയും. പ്രീണനം പോണം, നമുക്ക് തുല്യത മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രം വലുതാവണമെങ്കിൽ എല്ലാവരും ഒന്നാവണമെങ്കിൽ തുല്യത വേണം. ആ തുല്യത മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുന്ന ഒരു രാഷ്ട്രീയ ഭരണ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്നിൽ സാംബവരും സിദ്ധനരും അടങ്ങുന്ന ഈഴവ സമുദായം,
അതിനൊപ്പം തന്നെ തോൾ ചേർന്ന് നിൽക്കുന്ന നമ്പൂതിരി സമുദായം, അമ്പലവാസികൾ, ഇവിടെ ശ്രീ ബാബുവിന്റെ സമുദായാംഗങ്ങൾ, ഞാൻ ആ പേരുകളെടുത്ത് പറയുന്നില്ല. ഒരു ജാതി പേര് പറയുന്നത് നിയമപരമായിട്ട് ഇന്ന് തെറ്റാണെന്ന് പറയും. പക്ഷേ ജാതി പേര് എന്ന് പറയുന്നത് അഭിമാനമായിരിക്കണം നമുക്ക്. ഞാനൊരു ഈഴവനാണെന്ന് എനിക്ക് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഞാനൊരു ഈഴവനാണ് എന്ന് പറയാൻ പറ്റണം. പക്ഷെ ആ മുഷ്ടി എന്ന് പറയുന്നത് ഒരു നായരുടെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ തലക്കിട്ടിരിക്കാനല്ല. അതല്ല. അങ്ങനെ പറയുന്നവരുടെ ഭാരതത്തിന്റെ ഒരു ബഹുസ്വരത എന്ന് പറയുന്നത് എന്താണ്? നൂറുകണക്കിന് മതങ്ങളും മതത്തിന്റെ ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. ആ സെഗ്മെന്റ്സ് എല്ലാം ഒരുമിച്ചും ഇത്രയും കാലം ജീവിച്ചില്ലേ? സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നില്ലേ? സ്പർദ്ധ ഇടയ്ക്ക് ഉണ്ടാവുന്നെങ്കിൽ, ഒരു പൊട്ടിത്തെറി എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊക്കെ നമ്മൾ നമ്മുടെ ജീവിത രീതികളിൽ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ, ചില അവകാശങ്ങൾ ഇല്ലാത്തടത്ത് കയറി നുഴഞ്ഞു കയറുക, ചിലത് പിടിച്ചു പറിച്ചെടുക്കുക, അവിടെയൊക്കെ മാത്രമാണ് ഈ അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ ഒരു സ്ഥാനത്തെത്തും, ഗണ്യമായ ഒരു എണ്ണം പിടിച്ചടക്കും, ഗണ്യമായ ശക്തി നിയമസഭയിൽ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഇത് കേരളത്തിന്റെ ഭരണചരിത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ ചരിത്രമല്ല. രാഷ്ട്രീയം മറന്ന്, മതം മറന്ന് എല്ലാവരും കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും ഒരു നിശ്ചയമെടുക്കൂ. ഇത്തവണ നമ്മൾ ഇത്രയും കാലം നടത്തിയ പരീക്ഷണത്തിന് വിപരീതമായി ഒരു പുതിയ പരീക്ഷണം നടത്തുന്നു. ഒരു പുതിയ മുന്നണി ശക്തി കേന്ദ്രമായി നിയമസഭയിൽ വരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ഈ സരിതാ വിഷയമായാലും ബാർക്കോഴ, പാമുലിൻ, ടൈറ്റേനിയം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് ഒരു 5 പേർ BJP-ക്കാർ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ശിവൻകുട്ടി സഖാവ് താണ്ഡവവും ആടത്തില്ലായിരുന്നു. ഈ മാണിസാറിന്റെ ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹം പാവമാണ്. അദ്ദേഹത്തെ ശരിക്കും പാവ കളിപ്പിച്ചതാണ്. നിങ്ങളുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഇരിഞ്ഞാലക്കുടയിലെ ഉണ്ണിയാടൻ മാഷ്, അദ്ദേഹമൊക്കെ ചേർന്ന് വളരെ പ്രതീകാത്മകമായിട്ടാണ് അവിടുത്തെ ജനപ്രതിനിധികളുടെ തൊള്ളയിലേക്ക് ലഡ്ഡു തള്ളിക്കൊടുത്തത്. അത് കേരള ജനതയുടെ തൊള്ളയിലേക്ക് ഒരു പിടി മണ്ണാണ് തള്ളിക്കൊടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഡ്ജറ്റാണ് വിഷയം. 5 പേർ BJP-ക്കാരുണ്ടായിരുന്നെങ്കിൽ തലക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചാല് ശ്രീ ഉമ്മൻചാണ്ടി സംഘത്തിന്. ആ ശക്തി നമ്മളായി മാറിയാൽ 2021-ൽ 85, 90, 100 സീറ്റുമായി ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യം കേരളം ഭരിക്കും. ഇപ്പൊ നമുക്ക് 10, 20, 25, 27 പേര് വന്നാൽ കേരളം നമ്മൾ കമാൻഡ് ചെയ്യും. മുസ്ലിം ലീഗ് ജനാധിപത്യ രീതിയിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. അവര് ഭരണത്തിൽ അവരുടെ വഴി അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ എന്ത് നടക്കണമെങ്കിലും നമ്മുടെ പാർട്ടി വിചാരിക്കണമെന്ന്. അത് മുസ്ലിം ലീഗ് പാർട്ടി വിചാരിക്കണമെന്ന്. ഞാനിവിടെ പറയുന്നു, നമ്മളൊരു 10, 20, 27 പേര് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ MLA-മാരായി പ്രഖ്യാപിക്കപ്പെട്ട നിയമസഭയിൽ എത്തിയാൽ ഭാരതീയർ ഭരിക്കും കേരളം. ഹിന്ദുക്കളല്ല. നിങ്ങൾ വോട്ട് എണ്ണം പരിശോധിച്ചോളൂ. ഇത്തവണ നമുക്ക് വലിയ ഒരു കഷ്ണം അടർന്നു പോരാൻ പോവുകയാണ്. ബൂത്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിച്ചോളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കാൻ പോകുന്നത് മുസ്ലിം സമുദായാംഗങ്ങളാണ്. പരിശോധിച്ചോളൂ. അവർക്ക് വിശ്വാസമുണ്ട് പ്രധാനമന്ത്രിയെ. ഈ ഭയപ്പാടൊക്കെ തന്നെയാണ് AK ആന്റണി സാർ ഉടനെ തന്നെ ഹെലികോപ്റ്ററിൽ കയറാൻ ഇപ്പൊ പുള്ളിക്ക് പേടിയാണ്. അതുകൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നിറങ്ങി എല്ലാ പ്രാവശ്യവും ബോംബിട്ടിട്ട് പോകും ഇലക്ഷന്റെ അവസാന ദിവസങ്ങളിൽ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. BJP ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തും. എന്തിന്? ഉടനെ മുസ്ലിം സഹോദരങ്ങൾ മുഴുവൻ
ഇപ്രാവശ്യം CPM കൊടുക്കണ്ട, അങ്ങ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആ സാധ്യത ഇല്ലാതാക്കി. ഈ അടവ് നയം ഒക്കെ തുരുമ്പെടുത്തു കഴിഞ്ഞു ആന്റണി സാറ്. കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങളായാലും ക്രിസ്തീയരായാലും ശരി തന്നെ അവർക്ക് നല്ല വൃത്തിയായിട്ട് വോട്ടിന്റെ കോൺഫിഗറേഷൻ എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് അറിയുന്ന സാക്ഷരതയല്ല, അവർക്ക് ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിൽ, രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ കൊടുത്ത അബ്ദുറബ് കൊടുത്ത പാഠപുസ്തകമല്ല ഇത്. മഹാത്മജി B.R. അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെയുള്ള സിംഹങ്ങൾ നൽകിയ പാഠപുസ്തകം ഒരു ദൈവവിളി പോലെ അവരുടെ ബുദ്ധിയിലേക്ക് ഇപ്പൊ വന്ന് പതിച്ചിരിക്കുന്നു. ഇത് നിങ്ങളെ രണ്ട് മുന്നണികളെയും, ഇടതിനെയും വലതിനെയും തോൽവി അടിച്ചേൽപ്പിക്കാൻ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താനോ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു നാണം കെടുത്തുന്ന, പാഠം പഠിപ്പിക്കുന്ന ഒരു വിധിയായിരിക്കും 19-ാം തീയതി വരുന്നത്. കാത്തിരുന്നോളൂ. നിങ്ങൾ കാത്തിരിക്കരുത്, ഇപ്പൊ നിശ്ചയമെടുക്കണം. നാട്ടിക മണ്ഡലത്തിൽ MLA ആയി പ്രഖ്യാപിക്കപ്പെടുന്നത് 19-ാം തീയതി ആദ്യം വരുന്ന തിരുനാമങ്ങളിൽ ശ്രീ TV ബാബുവിന്റെ പേര് ഉറക്ക മുഴങ്ങണം. എല്ലാ വോട്ടും കുടമടയാളത്തിൽ. നന്ദി, നമസ്കാരം.